MC ജീതൻ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ റിലീസായ ഒരു സിനിമയാണ് സൂക്ഷ്മദർശിനി. ഈ കഴിഞ്ഞ ദിവസത്തിൽ OTT വാച്ച് ചെയ്യുണ്ടായി. വണ്ടർഫുൾ ഫിലിം ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ഈ ഒരു സിനിമയുടെ ഇതിവൃത്തം എന്ന് വെച്ചാൽ ദുരഭിമാന കൊല തന്നെയാണ്. കൃത്യമായ എക്സിക്യൂഷനും കൃത്യമായ കെട്ടുറപ്പോട് കൂടിയ കഥാതന്തുക്കളും കൂടെ തന്നെയാണ് തിരക്കഥയെ ശക്തമാക്കുന്നത്. തിരക്കഥയും സിനിമയും സിനിമ പ്ലോട്ടിങ്ങും സിനിമ മേക്കിങ്ങും നീതി പുലർത്തുന്നതായിട്ട് എനിക്ക് ഫീലായി. പ്രിയ എന്ന് വിളിക്കുന്ന പ്രിയദർശിനിയാണ് സിനിമയുടെ ഇതിവൃത്തവും കഥാതന്തുവും. കേന്ദ്രബിന്ദുവായിട്ട് അവതരിപ്പിക്കുന്ന ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നസ്രിയയാണ്. സിനിമ പുരോഗമിക്കുമ്പോൾ ആദ്യ ഭാഗത്തിൽ തന്നെ ഒരു ജോലി അന്വേഷിക്കുന്ന ഒരു വീട്ടമ്മയായിട്ടും കുടുംബിനിയായിട്ടും കഴിയുന്ന ഒരു ക്യാരക്ടറാണ് നസ്രിയ ചെയ്തു വരുന്നത്. ഭർത്താവും കുട്ടിയുമായിട്ട് താമസിക്കുന്ന നസ്രിയ വീടിന് ചുറ്റുമുള്ള അയൽവാക്കക്കാരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണെന്നും വാട്സപ്പ് ഗ്രൂപ്പ് വഴി തന്നെ പലരുടെ ഇൻഫർമേഷൻ അതുവഴി ഷെയർ ചെയ്ത് പല ഗോസിപ്പുകളും ആധുനികവൽക്കരിച്ചുകൊണ്ട് ഗോസിപ്പുകൾ പറയുന്ന ഒരു ക്യാരക്ടറും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ബേസിൽ ജോസഫ് കൈകാര്യം ചെയ്യുന്നത് അയൽ വീട്ടിൽ താമസത്തിന് എത്തുന്ന ഒരു മാനുവൽ എന്ന കഥാപാത്രത്തെയാണ്. മാനുവലിന്റെ അമ്മയായിട്ട് ക്യാരക്ടർ ചെയ്യുന്നത് മനോഹരി ജോയി എന്ന ക്യാരക്ടറാണ്. ഒന്ന് രണ്ട് മെച്യൂർ ആയിട്ടുള്ള ക്യാരക്ടർ സ്പോട്ടുകൾ ഫില്ല് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് വരും സീനുകളിലൂടെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ ഉടനീളം തന്നെ ഒരു ഏറ്റക്കുറച്ചിലില്ലാത്ത രീതിയിൽ പീക്കിലോട്ട് യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ആവും. സിനിമയുടെ ഗതി എന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമ്മൾ അതായത് പ്രിയദർശിനിയുടെ ജീവിത സാഹചര്യമായിട്ട് തിണങ്ങിപ്പോകും. അതിനുശേഷം ആ തന്തുവിൽ നിന്ന് വേറൊരു ജീവിതത്തിലേക്ക്, അതായത് സൂക്ഷ്മമായിട്ടുള്ള പ്രിയ എന്ന ക്യാരക്ടറിൻ്റെ ചിന്താഗതിയിലോട്ട് കടന്നിട്ട് വേറൊരു ലൈഫിലോട്ട് ഇൻട്രപ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അയാളുടെ ക്രൂക്കഡായിട്ടുള്ള മൈൻഡ് വരച്ച് എക്സ്പോസ് ചെയ്യാനായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ആകാംക്ഷ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സിനിമയുടെ ഉടനീളവും ഒരു ഇഴച്ചിലില്ലാത്ത രീതിയിൽ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയ്ക്ക് കഴിയുന്നത് പോലെ തന്നെ ഈ സിനിമയിലും നീതി പുലർത്തി പോകുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പ്രിയ എന്ന ക്യാരക്ടർ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോമ്പിനേഷൻ കെമിസ്ട്രിയും പക്കായിട്ട് വർക്ക് ആയിട്ടുണ്ട്. സൂപ്പർബ് ആയിട്ടുള്ള പെർഫോമൻസ് നസ്രിയ കാണിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് ചേഷ്ടകളിൽ നസ്രിയയായിട്ട് എനിക്ക് ഒത്തുപോകാൻ സാധിക്കുന്നില്ല. കാരണം ഒന്ന് രണ്ട് കുട്ടിത്തം നിറഞ്ഞ ഒന്ന് രണ്ട് ചേഷ്ടകൾ നസ്രിയ ഈ സിനിമയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇത്രയും മിസ്റ്ററി നിറഞ്ഞ ഒരു ഇതിനകത്ത് കോമഡി വർക്കൗട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പേഴ്സണലി ഐ എം നോട്ട് ഫാൻ ഓഫ് കോമഡി. കുറച്ചുകൂടെ ഡെൻസ് ആയിട്ടുള്ള ക്യാരക്ടർ നസ്രിയ ചെയ്തിരുന്നെങ്കിൽ, അതായത് സിനിമ ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും. സിനിമയിൽ ഉടനീളം ഈ ക്യാരക്ടറിനെ, മാനുവൽ എന്ന ക്യാരക്ടറിനെ അറിയുന്ന രീതിയിൽ തന്നെയാണ് പ്രേക്ഷകരും ഈ ക്യാരക്ടറിനെ അറിഞ്ഞു തുടങ്ങുന്നത്. പ്രിയയുടെ വ്യൂവിൽ നിന്ന് നമ്മൾ ആ ക്യാരക്ടറിനെ മനസ്സിലാക്കി ഡെപ്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക്, വേറൊരു കുടുംബത്തിന്റെ ഉൾനാമ്പിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കുറച്ച് കഥയിലോട്ട് പിന്നീട് പോവുകയാണ് ചെയ്യുക. കഥ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പല ക്യാരക്ടറുകളും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇമ്പോർട്ടൻസും ഈ സിനിമയിലോട്ട് ഉൾക്കൊള്ളിച്ച് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും വളരെ രസകരമായി തോന്നി. ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ വിരളമായിട്ടുള്ള ഒന്ന് രണ്ട് ഇന്ന് കാണുന്ന പല നടന്മാരിലും കാണാത്ത ഒന്ന് രണ്ട് സ്പോട്ടുകൾ എനിക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ക്യാരക്ടറും ബേസിൽ ചെയ്തതായിട്ട് എനിക്ക് ഫീലായി. അതായത് ബേസിൽ അടക്കം പറഞ്ഞൊരു ചിരിയിരിക്കുന്നുണ്ട്, അമർഷത്തോടൊരു ചിരിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നൈസായിട്ട് നമുക്ക് ക്യാമറയിൽ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ രീതി വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഫീൽ ആയിട്ടുള്ളത്. സിനിമ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ ചേഞ്ച് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ സിനിമയിൽ ഒരു ഉടുമ്പിനെ ബേസിൽ ജോസഫിന് കിട്ടുന്നുണ്ട്. അതിനെ കൊന്ന് നാട്ടുകാർക്ക് കറി വെച്ച് കൊടുക്കുന്നത്, നാട്ടുകാരെ കൊണ്ട് തീറ്റിക്കുന്നതിൽ ഒരു ഇന്നർ പ്ലഷർ കണ്ടെത്തുന്ന ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് സിനിമയിൽ ഏറ്റവും കൂടുതൽ അത് സാധൂകരിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ആ ഒരു സീനിൻ്റെ ഇൻറ്റൻസ് നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവും. കണ്ട് ആസ്വദിക്കേണ്ട ഒരു സീൻ തന്നെയാണ് അത്. അതുപോലെ തന്നെ ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ജോബ് എന്ന് വെച്ചാൽ ഒരു ബേക്കറി ഉടമയാണ്. എന്തും നാട്ടുകാരെ കൊണ്ട് തീറ്റിക്കാൻ പറ്റും എന്നുള്ള ധാരണ അവിടെ നിന്നായിരിക്കണം ഉൾത്തിരിഞ്ഞു വന്നത് എന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ ഫീലായി. പെർഫോമൻസ് ബേസിൽ വേറൊരു തലത്തിലേക്ക് സിനിമ എത്തിച്ചിട്ടുണ്ട്. ഉള്ളിലൊളിപ്പിച്ച ചിരിയും അമർഷം കലർന്ന നോട്ടവും ദേഷ്യം കലർന്ന ചിരിയും സന്തോഷവും പ്രകടനവും എല്ലാം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീലായി. വളരെ ഗുഡായിട്ട് ബേസിലിൻ്റെ ആക്ടിങ്
അതിനെ രസിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്തകളും വളരെ നന്നായിട്ടുണ്ട്. ദീപയുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ദീപക് പ്രബോൾ, പക്ഷേ ആ ഒരു ക്യാരക്ടർ വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യാതെ ഡിമ്മായിട്ടുള്ള ക്യാരക്ടർ. ഈ സിനിമകളിലും ഉടനീളവും ഡോമിനേറ്റ് ചെയ്യുന്നത് ഫീമെയിൽ ക്യാരക്ടേഴ്സും മെയിൽ ഡോമിനൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്ന ഒരു ക്യാരക്ടർ പ്ലോട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അയൽക്കാരുടെ ക്യാരക്ടറായിട്ട് എത്തുന്നത് അഖില ഭാർഗവൻ, പൂജ മോഹൻരാജ് എന്നീ 2 ക്യാരക്ടറുമായിട്ടുള്ള കോപ്പറേഷൻ കെമിസ്ട്രി അടിപൊളിയാണ്. പ്രിയ എന്ന ക്യാരക്ടറിന്റെ സംശയങ്ങളും അവ ലീഡ് ചെയ്യുന്ന കുറച്ച് സംഭവ വികാസങ്ങളിലോട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. കഥ എന്തുകൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻ കേസ് നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യേണ്ട മൂവി തന്നെയാണ്. ഇതിന്റെ ക്ലൈമാക്സ് ഒന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എന്താണ് ഒരു ട്വിസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ക്ലൈമാക്സിലാണ്. അടിപൊളി ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് മസ്റ്റ് വാച്ച് ഫിലിമാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.